നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചിരുന്നത്? നമ്മൾ വൃത്തങ്ങളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് ലഘുവും ഗുരുവും മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ഗണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഉദാഹരണവും നമ്മൾ ചെയ്തു നോക്കി അല്ലേ? ഇനി നമ്മൾ നമുക്ക് സിലബസിലുള്ള ആദ്യത്തെ വൃത്തം പഠിക്കാൻ പോവുകയാണ്. എന്താണ് അനുഷ്ടുപ വൃത്തം? എന്താണ് അതിൻ്റെ ലക്ഷണം? എന്താണ് അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഒരു ഉദാഹരണം. അങ്ങനെയാണ് നമ്മൾ എല്ലാ വൃത്തവും പഠിച്ചു പോകുന്നത്. എക്സാമിന് നമുക്ക് ഒന്നെങ്കിൽ ലക്ഷണം തന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശ്ലോകം തന്നിട്ടോ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് ഇത് മുഴുവനും പഠിച്ചിരിക്കണം. ശ്ലോകം ബൈഹേർട്ട് ചെയ്യാനല്ല, ശ്ലോകം തന്നു കഴിഞ്ഞാൽ വൃത്തം കണ്ടുപിടിക്കാനുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഓരോ വൃത്തത്തിൻ്റെയും ലക്ഷണവും അതുപോലെ എത്ര അക്ഷരങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ അനുഷ്ടുപ വൃത്തത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അനുഷ്ടുപ വൃത്തത്തിൻ്റെ ലക്ഷണം എന്താണ്? ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘുപഞ്ചമം ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ. ഇതിൽ അനുഷ്ടുപ വൃത്തത്തിൽ പ്രതിപാദം അഷ്ടവർണാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പാദത്തിലും 8 വർണ്ണങ്ങൾ വീതമുണ്ട്. 8 അക്ഷരങ്ങളാണ് അനുഷ്ടുപ വൃത്തത്തിലുള്ളത്. ലക്ഷണം എന്താണ്? ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘുപഞ്ചമം ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ. അതായത് ഒരു ശ്ലോകത്തിൽ, അതായത് ടോട്ടൽ എല്ലാ വരികളിലും 8 അക്ഷരം വീതമാണ് ഓരോ വരികളിലും വരുന്നത്. അതിൽ ഓരോ വരിയിലെയും 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. അതുപോലെ തന്നെ 5ാമത്തെ അക്ഷരം ലഘുവായിരിക്കും. 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും, 5ാമത്തെ അക്ഷരം ലഘുവായിരിക്കും. അപ്പോൾ അനുഷ്ടുപ വൃത്തത്തിലെ ഓരോ വരിയിലും 8 അക്ഷരമുണ്ടാവും. അതുപോലെ തന്നെ ഓരോ വരിയിലെയും 5ാമത്തെ അക്ഷരം ലഘുവും 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. പിന്നെന്താണ് പറയുന്നത്? ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം. 2ാമത്തെയും 4ാമത്തെയും വരിയിൽ ഹ്രസ്വമായിരിക്കും. ഏതക്ഷരം? സപ്തമം. 7ാമത്തെ അക്ഷരം ഹ്രസ്വമായിരിക്കും. ഹ്രസ്വം എന്ന് പറയുമ്പോൾ ലഘു ആയിരിക്കും. അപ്പോൾ എല്ലാ വരികളിലെയും 5ാമത്തെ അക്ഷരം ലഘുവായിരിക്കും, 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. അതുപോലെ തന്നെ 2ാമത്തെയും 4ാമത്തെയും പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലഘുവായിരിക്കും. പിന്നെന്താ പറയണേ? ദീർഘമന്യയോ. മറ്റു പാദങ്ങളിൽ, അതായത് 1, 3 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. അതാണ് അനുഷ്ടുപ വൃത്തത്തിൻ്റെ ലക്ഷണം. അവിടെ ഗണങ്ങളൊന്നും വേറെ പറയുന്നില്ല. അവിടെ ആകെ പറയുന്നത് എന്താണ്? എല്ലാ വരികളിലും 8 അക്ഷരമുണ്ടാവും. എല്ലാ വരിയിലെയും 5ാമത്തെ അക്ഷരം ലഘുവായിരിക്കും, 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. അതുപോലെ 7ാമത്തെ അക്ഷരം 1, 3 പാദങ്ങളിൽ എന്തായിരിക്കും? ഗുരുവായിരിക്കും. 2, 4 പാദങ്ങളിൽ ലഘുവായിരിക്കും. അതാണ് അനുഷ്ടുപ വൃത്തത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഓക്കെ ആയി എന്ന് കരുതുന്നു. ഒന്നുകൂടി പറയാം. അനുഷ്ടുപ വൃത്തത്തിൽ പ്രതിപാദം അഷ്ടവർണാഹ. ഓരോ പാദത്തിലും 8 വർണ്ണങ്ങൾ വീതമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷണത്തിൽ എന്താ പറഞ്ഞത്? ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം. ശ്ലോകത്തിൽ 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. സർവത്ര, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ലഘു പഞ്ചമം, 5ാമത്തെ അക്ഷരം ലഘു. ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ. 2, 4 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ഹ്രസ്വമായിരിക്കും. 1, 3 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ദീർഘമായിരിക്കും. അതായത് 1, 3 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ദീർഘം എന്ന് പറയുമ്പോൾ ഗുരുവായിരിക്കും. 2, 4 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ലഘുവായിരിക്കും. ഇനി അതിൻ്റെ ഉദാഹരണം നോക്കാം. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞ ശ്ലോകം തന്നെയാണ്. ശ്രീപതിം പ്രണിപത്യാഹം ശ്രീവത്സാങ്കിത വക്ഷസം ശ്രീരാമോദന്തമാഖ്യാസേ ശ്രീവാത്മീകി പ്രകീർത്തിതം. നമ്മുടെ ലക്ഷണം എന്താണ്? ഓരോ വരിയിലും 8 അക്ഷരം വീതം അല്ലേ? പിന്നെയോ 6ാമത്തെ അക്ഷരം ഗുരുവായിരിക്കും, 5ാമത്തെ അക്ഷരം ലഘുവായിരിക്കും. പിന്നെ 7ാമത്തെ അക്ഷരത്തിൻ്റെ പ്രത്യേകത എന്താണ്?
ഏഴാമത്തെ, ഒരു മിനിറ്റ്, അഞ്ചാമത്തെ അക്ഷരം ലഘുവായിരിക്കും. ഏഴാമത്തെ അക്ഷരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏഴാമത്തെ അക്ഷരം 1, 3 പാദങ്ങളിൽ എന്തായിരിക്കും? ഗുരുവായിരിക്കും. 2, 4 പാദങ്ങളിൽ ലഘുവായിരിക്കും. ഇതാണ് നമ്മുടെ അനുഷ്ടുപ് വൃത്തത്തിൻ്റെ ലക്ഷണം. ഇതിവിടെ റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ശ്ലോകം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 8 വർണ്ണങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. നോക്ക്, ശ്രീപതിം പ്രണിപത്യാഹം 1, 2, 3, 4, 5, 6, 7, 8. ആ വരിയിൽ 8 അക്ഷരമുണ്ട്. രണ്ടാമത്തെ വരിയിലോ 1, 2, 3, 4, 5, 6, 7, 8. 8 അക്ഷരമുണ്ട്. അടുത്ത വരിയിലോ 1, 2, 3, 4, 5, 6, 7, 8. അടുത്ത വരിയിലോ ശ്രീ 1, വാ 2, വാൽമീ എന്ന് പറയുമ്പോൾ 3, കി 4, പ്ര 5, കീ 6, ഋത്തി എന്നുള്ളത് 7, തം എന്ന് പറയുന്നത് 8. അങ്ങനെ 8 അക്ഷരം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് അവിടെ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? 8 വർണ്ണങ്ങളുണ്ട്. പിന്നെന്താ പറഞ്ഞേ? ആറാമത്തെ അക്ഷരം ഗുരുവായിരിക്കും. നോക്കാം, ശ്രീപതിം പ്രണിപത്യാഹം എന്ന് പറയുന്നതിൽ ആറാമത്തെ അക്ഷരം ഏതാണ്? ഈ പായാണ് ആറാമത്തെ അക്ഷരം എന്ന് പറയുന്നത് അല്ലേ? അത് ഗുരു ആണോ ലഘുവാണോ? നോക്കാം. പ എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരമാണ്, നമുക്കറിയാം. പക്ഷെ തൊട്ടടുത്ത അക്ഷരം നോക്കിയേ, അത് കൂട്ടക്ഷരമാണ്. അപ്പം കൂട്ടക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ലഘു ആണെങ്കിലും അത് ഗുരു ആയിട്ടാണ് കണക്കാക്കുക നമ്മൾ പറഞ്ഞു. അപ്പോൾ പ എന്ന് പറയുന്നത് ഗുരുവാകും അല്ലേ? പ എന്ന് പറയുന്നത് ഗുരുവാകും. അപ്പോൾ ആറാമത്തെ അക്ഷരം ആദ്യത്തെ വരിയിൽ ഗുരുവാണ്. ഇനി അടുത്ത നോക്ക്, ശ്രീവത്സാങ്കിത വക്ഷസം 1, 2, 3, 4, 5, 6. വാ എന്ന് പറയുന്ന അക്ഷരമാണ് ഇവിടെ ആറാമത് വരുന്നത്. അത് തൊട്ടടുത്ത അക്ഷരം എന്താണ്? ഇക്ഷ, കൂട്ടക്ഷരമാണ്. അപ്പോൾ ഇതും ഗുരുവാകും. അടുത്തതോ ശ്രീരാമോദന്തമാഖ്യാസേ, ഏതാണ് ആറാമത്തെ അക്ഷരം? മാ എന്ന് പറയുന്നതാണ്. അത് ദീർഘാക്ഷരമാണ്, അത് ഗുരുവാണ്. അടുത്ത വരിയിലോ ശ്രീവാത്മീകി പ്രകീർത്തിതം, കീ എന്ന് പറയുന്നതാണ് ആറാമത്തെ അക്ഷരം വരുന്നത്. അതും ഗുരുവാണ്, ദീർഘാക്ഷരമാണ്, അതും ഗുരുവാണ്. അപ്പോൾ 4 വരികളിലെയും ആറാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഗുരുവാണ്. അപ്പോൾ അതും കറക്റ്റായി. പിന്നെയോ അഞ്ചാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ലഘുവാണ്. അഞ്ചാമത്തെ അക്ഷരം ഇവിടെ ഏതാ? നി എന്നുള്ള ഹ്രസ്വാക്ഷരമാണ്, അത് ലഘുവാണ്. ഇവിടെ തകാരമാണ് വന്നേക്കുന്നത്, അതും ലഘുവാണ്. ഇപ്പുറത്തോ ഇന്ത എന്ന് പറയുമ്പോൾ അത് ഹ്രസ്വാക്ഷരമാണ്, അതും ലഘുവാണ്. ഇവിടെ പ്ര എന്ന് പറഞ്ഞേക്കുന്നതും ലഘുവാണ്. അപ്പോൾ അതും ഓക്കെ ആയി. പിന്നെന്താ പറഞ്ഞേക്കണേ? 1, 3 പാദങ്ങളിൽ എത്രാമത്തെ അക്ഷരം? ഏഴാമത്തെ അക്ഷരം ഗുരുവാണ്. ഒന്നാമത്തെ വരിയിൽ ഏഴാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ത്യാ എന്ന് പറയുന്ന അക്ഷരമാണ് അല്ലേ? ആറാമത്തേത് പായല്ലേ? അപ്പോൾ അടുത്ത അക്ഷരം ഏഴാമത്തെ അക്ഷരം, അത് ദീർഘാക്ഷരമാണ്. അപ്പം അതെന്താണ്? ഗുരുവാണ്. മൂന്നാമത്തെ വരിയിലോ ഖ്യാ എന്നാ പറഞ്ഞേക്കണേ, അവിടെയും ദീർഘാക്ഷരമാണ്, അപ്പം അതും ഗുരുവാണ്. അപ്പം ഇതും അവിടെ കറക്റ്റായി. പിന്നെയോ 2, 4 പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം ലഘു. 2, 4 പാദങ്ങളിൽ ഏഴാമത്തെ അക്ഷരം നോക്ക്, ഇക്ഷ. ഇക്ഷ എന്ന് പറയുന്നത് ഹ്രസ്വാക്ഷരമാണ്, അതുകൊണ്ടത് ലഘുവാണ്. ഇനി ഇവിടെയോ ഋത്തി എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്, അവിടെ ഹ്രസ്വാക്ഷരം വന്നേക്കുന്നതുകൊണ്ട് അതും ലഘുവാണ്. അപ്പോൾ ഇതും ഓക്കെ ആയി. അപ്പോൾ അനുഷ്ടുപ് വൃത്തത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇവിടെ ശരിയാവുന്നുണ്ട് അല്ലേ? ഇങ്ങനെയാണ് ഒരു ശ്ലോകം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൽ എത്ര വർണ്ണങ്ങളുണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഏത് വൃത്തമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ 8 അക്ഷരം എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരെണ്ണേ പഠിച്ചിട്ടുള്ളൂ, പിന്നീട് വേറെ ഏതെങ്കിലും ഇപ്പോൾ 11 അക്ഷരമുള്ള ഒന്നിൽ കൂടുതൽ വൃത്തങ്ങൾ നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ ഇത് 11 അക്ഷരം എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓരോ വൃത്തത്തിൻ്റെയും ലക്ഷണം നോക്കിയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും ഗണങ്ങൾ പറയുന്നുണ്ടാവും. ഇപ്പോൾ അനുഷ്ടുപ് പോലെ അല്ലല്ലോ, ബാക്കി എല്ലാ വൃത്തങ്ങൾക്കും ഗണങ്ങൾ ഇന്നതൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗണങ്ങൾ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ, ഇവിടെ ശരിയാവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആ വൃത്തം നോക്കുക. അതായത് ഓരോ വൃത്തത്തിൻ്റെ ലക്ഷണം എടുത്തിട്ട് ആ ലക്ഷണം ഇവിടെ ശരിയാവുന്നുണ്ടോ നോക്കുക. ഇതുപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അനുഷ്ടുപ വൃത്തത്തിൻ്റെ ലക്ഷണം എന്താണ്? ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘു പഞ്ചമം ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ.
എല്ലാ വരികളിലെയും 6ാമത്തെ അക്ഷരം ഗുരു, 5ാമത്തെ അക്ഷരം ലഘു, അതുപോലെ 2, 4 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ലഘു, 1, 3 പാദങ്ങളിൽ 7ാമത്തെ അക്ഷരം ഗുരു. അതുപോലെ എല്ലാ വരികളിലും 8 അക്ഷരങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനുഷ്ടുപ്പ് എന്ന് പറയുന്ന വൃത്തമാകും. മനസ്സിലായി കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ന് നാളെ ആട്ടെ, അതായത് അടുത്ത ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ.